പ്രിയമുള്ളവരെ, അവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള വിദ്യാർത്ഥികളുടെ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് സ്കോറും അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും റാങ്ക് ലിസ്റ്റ് ഇന്ന് 8/7/2024 പ്രസിദ്ധീകരിക്കുമെന്നാണ് LBS മുൻപ് പ്രസിദ്ധീകരിച്ച അലോട്ട്മെന്റ് ഷെഡ്യൂൾ വഴി അറിയിച്ചിരുന്നത്. കൂടാതെ 2 ദിവസം മുമ്പ് LBSമായി ഫോൺ വഴി ബന്ധപ്പെട്ടപ്പോഴും അവർ അറിയിച്ചത് ഇന്ന് തന്നെ ഇൻഡെക്സും റാങ്ക് ലിസ്റ്റും വരുമെന്നാണ്. റാങ്ക് ലിസ്റ്റ് വന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റിലെ സ്ഥാനവും അതുപോലെ തന്നെ ഏത് കാറ്റഗറിയിൽ ഏത് റിസർവേഷൻ വിഭാഗത്തിലാണ് വരുന്നത് എന്നുള്ള കാര്യവും കമൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിന് മറുപടിയായി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം ഈ ഒരു ചാനൽ വഴി അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുള്ള സൗകര്യം ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ്. കൂടാതെ ഇൻഡെക്സും റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റിൽ വല്ല മാറ്റവും ഉണ്ടെങ്കിൽ LBSമായി ബന്ധപ്പെട്ട് ആ കാര്യവും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയാണോ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. ഗ്രേസ് മാർക്ക് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഇതുവരെയും LBS ഒരു കാര്യവും അവരുടെ നോട്ടിഫിക്കേഷൻ വഴിയോ അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് വഴിയോ പറഞ്ഞിട്ടില്ല. മുൻ വർഷങ്ങളിലൊക്കെ 2023 വരെ ഗ്രേസ് മാർക്ക് കൂടി ആഡ് ചെയ്താണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. കൂടാതെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കാൻ വേണ്ടി LBSന്റെ അഡ്മിഷൻ ഡെസ്കുമായി ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലുള്ള സുഹൃത്ത് പറഞ്ഞത്, മുൻ വർഷങ്ങളിലൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് ഈ വർഷവും ഉണ്ടാവുക. നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ 120 എത്രയാണോ ലഭിച്ചത്, അത് ഗ്രേസ് മാർക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും പരിഗണിക്കാതെ 120 എത്രയാണോ ലഭിച്ചത് അത് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലേക്ക് പരിഗണിക്കും എന്നാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അലോട്ട്മെന്റ് ലഭിച്ചാൽ ഉടൻ നൽകേണ്ട ഫീസ് എത്രയാണ്? അതിന് ടോക്കൺ ഫീ പേയ്മെന്റ് എന്നാണ് പറയുക. ആ ഒരു തുക, ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുമോ? ഈ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നാൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം 10 മുതൽ 15 വരെ ഡേറ്റുകളിലായിരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഡെമോ വീഡിയോകൾ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ LBS പറയുന്ന 1, 2, 3 ദിവസത്തിനകം നിങ്ങൾ ഓൺലൈനായിട്ട് നൽകേണ്ട ഫീസാണ് ടോക്കൺ ഫീ. ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചു, പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. ഇനി അതല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് ലഭിച്ചത് എങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. ഇങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ചു പേയ്മെൻറ്റ് നടത്താത്ത വിദ്യാർത്ഥികൾക്ക് പക്ഷേ LBS പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ നൽകി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകാറുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രധാനപ്പെട്ട കോളേജുകളിലെല്ലാം ആദ്യ 3 അലോട്ട്മെൻറ്റുകളിൽ തന്നെ സീറ്റുകളൊക്കെ ഫില്ലായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ വ്യത്യസ്ത കോഴ്സുകൾക്ക് ഒരു 22,000 മുതൽ 23,000 രൂപ വരെ നിങ്ങൾ ടോക്കൺ ഫീ ആയിട്ട് നൽകേണ്ടതാണ്. ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ ആകെ നൽകേണ്ട അഡ്മിഷൻ ഫീസാണ് ആ ഒരു തുക. എന്നാൽ അഡ്മിഷൻ ലഭിക്കുന്ന SC, ST, OEC, ഹിന്ദു OBCയിൽ വരുന്ന OECക്ക് തുല്യമായിട്ട് ഫീ കൺസെഷൻ ലഭിക്കുന്ന 30ഓളം കാസ്റ്റ് വിഭാഗങ്ങളുണ്ട്. അവരും അതുപോലെ തന്നെ ഫിഷറീസ് രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ ഇവരൊക്കെ 1000 രൂപ മാത്രം നൽകിയാൽ മതിയാകുന്നതാണ്. ഹിന്ദു OBCയിൽ വരുന്ന ആ 30ഓളം കാസ്റ്റുകൾ ഏതൊക്കെ എന്നുള്ളത് താഴെ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൽ ഹിന്ദു തീയ, ഹിന്ദു ഈഴവ എന്നീ വിഭാഗങ്ങളൊന്നും ഉൾപ്പെടുന്നില്ല. ഇനി സെൽഫ് ഫിനാൻസ് കോളേജിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നത് എങ്കിൽ 25,000 രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് നിങ്ങൾ നൽകേണ്ടി വരുന്ന തുക. ഏകദേശം ഒരു വർഷത്തേക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് നൽകേണ്ട തുക 1,00,000-ന് താഴെയുള്ള എമൗണ്ട് ആണ്. അതിൽ 25,000 രൂപയാണ് നിങ്ങൾ ടോക്കൺ ഫീ ആയിട്ട് അലോട്ട്മെന്റ് ലഭിച്ചാൽ ഉടൻ നൽകേണ്ടി വരുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ 5 വിഭാഗങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിച്ചാലും 1000 രൂപ മാത്രം നൽകിയാൽ മതിയാകുന്നതാണ്. SC, ST, OEC, ഹിന്ദു OBCയിൽ വരുന്ന 30ഓളം ജാതി വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ഫിഷർമൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ. ഇനി എല്ലാ വിഭാഗക്കാർക്കും ഗവൺമെൻറ് കോളേജിലായാലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലായാലും നിങ്ങൾ നൽകുന്ന ടോക്കൺ ഫീ ആയി നൽകുന്ന തുക തിരികെ ലഭിക്കുമോ എന്നറിയേണ്ടതുണ്ട്. തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്, പക്ഷേ അതിന് കൂടുതൽ സമയമെടുക്കും. സാധാരണ ഒരു നവംബർ, ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ നൽകാനുള്ള ഒരു ലിങ്ക് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു തുക തിരികെ ലഭിക്കുന്നതായിരിക്കും.
ഈ പറഞ്ഞ രീതിയിലാണ് എല്ലാവരും ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. അത് തിരികെ എങ്ങനെ ലഭിക്കും എന്നുള്ള കാര്യവും പറഞ്ഞു. ഇനി പലർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ടാവും. ഗവൺമെൻറ് കോളേജുകളിൽ 22,000 23,000 ഒക്കെ ടോക്കൺ ഫീ ആയി നൽകണം എന്ന് പറഞ്ഞു. അത് നിർബന്ധമാണ്. പക്ഷേ ആ ഒരു തുക തിരികെ ലഭിക്കാൻ ചില വിഭാഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത്തരം ഫീ കൺസെഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ അടങ്ങിയ ഒരു വീഡിയോ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.